മണിപ്പൂരിലെ സെക്രട്ടേറിയറ്റ് വളപ്പിൽ തീപിടുത്തം. മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങളിലേക്ക് ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ തീപിടുത്തം അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീ അണച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് പുതിയ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ നമുക്ക്? വിജയകുമാർ, ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മണിപ്പൂർ സെക്രട്ടേറിയറ്റ് കോംപ്ലക്സിന്റെ ഭാഗമായി IAS ഉദ്യോഗസ്ഥർക്ക് താമസിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ച കെട്ടിടങ്ങളിലാണ് തീ പിടിച്ചത്. ഈ കെട്ടിടങ്ങളിൽ കുറച്ചു കാലമായി ആൾതാമസമില്ല, അത് ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടങ്ങളാണ്. ഇവിടെയാണ് തീ ആദ്യം പടർന്നു പിടിച്ചത്. ഇവിടെ നിന്ന് മറ്റ് കെട്ടിടങ്ങളിലേക്ക് കൂടി തീ പടരുകയായിരുന്നു. വൻ തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. തൊട്ടടുത്ത് തന്നെയാണ് മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെ ഔദ്യോഗിക വസതിയും ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസും ഫയർഫോഴ്സും കൃത്യസമയത്ത് തന്നെ ഇടപെട്ടു. വിവരം അറിഞ്ഞ ഉടൻ തന്നെ ഏതാണ്ട് 10 ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാൻ ശ്രമം നടത്തി. എന്നാൽ തീ അതിവേഗം തന്നെ ആളിപ്പടരുന്ന തരത്തിലുള്ളതായിരുന്നു എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും സംഭവത്തെക്കുറിച്ച്, തീപിടുത്തത്തിന്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന ഔദ്യോഗികമായ പ്രതികരണം എന്നുള്ളത്. തീ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തീപിടുത്തത്തിന് പിന്നിൽ അട്ടിമറിയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പ്രാദേശിക മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നുണ്ട്. കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി മണിപ്പൂരിൽ വീണ്ടും സംഘർഷം രൂക്ഷമായിരിക്കുന്നുവെന്നും സമാനമായ രീതിയിൽ തന്നെ 2 ട്രക്കുകൾക്കും കൂടാതെ മൈസൈ വിഭാഗത്തിന്റെ വീടുകൾക്കും വ്യാപകമായി തീവെപ്പുണ്ടായി കഴിഞ്ഞ മണിക്കൂറുകളിൽ എന്നുള്ള റിപ്പോർട്ടുകളും മണിപ്പൂരിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. എന്തായാലും തീപിടുത്തം സംബന്ധിച്ച ഔദ്യോഗികമായ പ്രതികരണം ഇക്കാര്യത്തിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്ന് തന്നെയാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപമാണ് തീപിടുത്തമെന്ന് റിപ്പോർട്ടുകളിലുണ്ട്. മുഖ്യമന്ത്രി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹത്തിന്റെ എന്തെങ്കിലും ഒരു പ്രതികരണമോ മറ്റോ ഈ ഘട്ടത്തിൽ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും സെക്രട്ടേറിയറ്റ് കോംപ്ലക്സിന്റെ ഭാഗമായി തന്നെയാണ്, അതിന് തൊട്ടടുത്തായി തന്നെയാണ്. ഈ തീ പിടിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി ഈ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഇതുവരെയും ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ ഒന്നുമില്ല. എന്തായാലും സംഭവം വളരെ ഗൗരവത്തോടെ തന്നെ കണ്ട് ഉടൻ തന്നെ പോലീസും ഫയർഫോഴ്സും അവിടെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. തീ പടർന്നു പിടിക്കുന്നത് തടയാനുള്ള ക്രമീകരണങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഒരുക്കി എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. മറ്റ് അപകടങ്ങളോ ആളപായമോ ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും നിലവിൽ ലഭ്യമല്ല. കാരണം ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിൽ നിന്നാണ് തീ പടർന്നു പിടിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു തീവെപ്പാകാം എന്ന ഒരു നിഗമനം തന്നെയാണ് പോലീസിനും പ്രാഥമികമായി ഉള്ളത്. അക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നില്ല എങ്കിലും ഇതിന്റെ കാരണങ്ങൾ സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുകയാണ്. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗമായോ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ഇതുവരെയും പ്രതികരണങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. വിജയകുമാർ, ഈ ദൃശ്യങ്ങൾ മണിപ്പൂരിലെ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഇന്നുണ്ടായ തീപിടുത്തത്തിൻ്റെതാണ്. മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപമാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് സമീപം ഉപേക്ഷിക്കപ്പെട്ട ഒരു കെട്ടിടത്തിൽ ആദ്യം തീ ഉണ്ടാവുകയും അത് പിന്നീട് പടർന്നു പിടിക്കുകയുമാണ് ചെയ്തത്. ഇതൊരു അട്ടിമറിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദുരൂഹതയുണ്ട് എന്ന് പോലീസും അറിയിക്കുന്നുണ്ട്. മണിപ്പൂരിൽ പലയിടത്തും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംഘർഷമുണ്ടായി എന്ന റിപ്പോർട്ടുകളുമുണ്ട്. അതിൻ്റെ വിവരങ്ങൾ വരുന്നതേ ഉള്ളൂ. വീടുകൾ തീവച്ചതും വാഹനങ്ങൾ അഗ്നിക്കിരയാക്കിയതുമായ റിപ്പോർട്ടുകളും വരുന്നുണ്ട്. ഒരുപക്ഷെ കുറേ മണിക്കൂറുകൾക്കുള്ളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം. ബൽറാം നെടുങ്ങാടിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.